ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് വീഡിയോസൊന്നും കഴിഞ്ഞ ആഴ്ച ഒന്നും ഇട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മഴയും വെള്ളപ്പൊക്കവും അങ്ങനെ എല്ലാവരും ഭയങ്കരമായ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ടുള്ള ഒരു മൂഡും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു എല്ലാം ഒന്ന് അടങ്ങി, കുട്ടികൾ പഴയതുപോലെ സ്കൂളിലൊക്കെ ഓപ്പണായി, എല്ലാം ഒന്ന് വെള്ളമൊക്കെ താന്നു പഴയ രീതിയിലായല്ലോ. അപ്പോൾ ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എന്നും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മളെപ്പോഴും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ എല്ലാവരും തന്നെ എപ്പോഴും വെയിറ്റ് നമ്മളൊരു ട്രാക്കിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ മെറ്റബോളിക് സിൻഡ്രോം, അതുപോലെ തന്നെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്ട്സുകൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരും. അപ്പോൾ ഞാൻ വെയിറ്റ് ഇപ്പോൾ ഓൾറെഡി കുറേ കുറച്ചു. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ ഞാൻ ചില റെമഡീസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പോലെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിൽ ക്രമീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വീട്ടിലെ ജോലികൾ തന്നെയാണ് ഏറ്റവും നല്ല എക്സസൈസ്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ജിമ്മിൽ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിമ്മിൽ പോകാൻ സമയമുള്ളവർക്ക് പോകാൻ, ജിമ്മിൽ പോകാൻ സമയമില്ലാതെ തന്നെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ എക്സസൈസ്. ഇപ്പം ഞാനിവിടെ തുണിയെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കുക, നമ്മുടെ ക്ലീനിങ്, മോപ്പിങ്, അതുപോലെ തന്നെ ഡസ്റ്റിങ്, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു നല്ലൊരു എനർജിയൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഓഫീസിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞാൽ ഇപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റും അതുപോലെ തന്നെ മഴയും നല്ല രീതിയിൽ. എന്തായാലും പോയാലും ഇടയ്ക്കിടയ്ക്ക് നല്ല കാർമേഘം വരികയും പിന്നീട് ഇങ്ങനെ മഴ വരികയും അങ്ങ് കംപ്ലീറ്റ് നിന്ന ഒരു രീതിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇത് ഞാൻ ഒരു ചട്ടിയിലൊന്നും നട്ടില്ല, ജസ്റ്റ് മണ്ണിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇതൊരു ജയൻറ്റ് ലീഫ് മോൺസ്റ്ററ പ്ലാന്റാണിത്. എനിക്കിത് ഒത്തിരി ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ ഈ ഫെനസ്ട്രേഷൻസ്, ആ ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടോ, ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ചെടിയാണിത്. ഞാൻ ഇനി പ്ലാൻ ചെയ്യുന്ന ഇതിനെ എടുത്ത് റീപോർട്ട് ചെയ്ത് കുറച്ച് വലിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് നല്ല പോട്ടിംഗ് മിക്സൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അതിനൊന്ന് റീപോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, ചെറുതണം എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് ആയുർവേദ വിധിപ്രകാരം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് തോരൻ വെച്ച് താളിപ്പുണ്ടാക്കിയൊക്കെ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെറുതണം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ ഈ ചേനയുടെ ഇല, അതുപോലെ തന്നെ ചെറുതണം, ഇതൊന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. കാരണം ഈ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അബദ്ധത്തിലെങ്ങാനും ചൊറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരു നമ്മുടെ OCD പോലുള്ള ഒരു അസുഖം പോലെ എനിക്കങ്ങാവും. പിന്നെ എല്ലാം സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യണം, പിന്നെ വൃത്തിയില്ല എന്ന് തോന്നും. അങ്ങനെ ഭയങ്കര ഒരു മെൻ്റലി ഒരു ബ്ലോക്കായി. അപ്പം ഞാൻ ആ ഒരു ചെറുതണമോ അല്ലെങ്കിൽ നമ്മുടെ ചേനയുടെ ഇല കൊണ്ടുള്ള വിഭവങ്ങളോ ഒന്നും ഉണ്ടാക്കാറുമില്ല. അത് ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചേനയുടെ തണ്ടും അതുപോലെ തന്നെ ചെറുപയറുമായിട്ടുള്ള തോരൻ വളരെ ബെസ്റ്റാണ്. കഴിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റാണ്, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയൊരു പ്രതീക്ഷയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ചൊറിച്ചിലിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ ഈ ചേനയും കൈകൊണ്ട് തൊടത്തില്ല, അതുപോലെ ചേനയുടെ ഇല, ഈ ചെറുതെണ്ണം, ഇതുപോലുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് അവേ വെച്ചേക്കുകയാണ്. പക്ഷേ അതിനുകൊണ്ട് ഗുണങ്ങൾ ഒരുപാട് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ കുരുമുളക്, ഇത് കുറ്റി കുരുമുളകാണ് കേട്ടോ. ഇത് നല്ല ടൈപ്പാണ്. ഇത് ഓൾ സീസണാണ്. കുരുമുളകിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൽ കുരുമുളകിൻ്റെ തിരികൾ കാണും. അതുകൊണ്ട് എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. അത് ഞാൻ കുറച്ച് നട്ടുപിടിപ്പിച്ചു. കുറേയൊക്കെ കഴിഞ്ഞ വെയിലിന് നമ്മൾ നാട്ടിലില്ലാത്ത സമയത്തൊക്കെ അതൊക്കെ അങ്ങ് ഉണങ്ങിപ്പോവുകയും വെള്ളം ഒഴിക്കാവുന്ന പ്രശ്നമൊക്കെ വരാൻ നേരം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്ക് ഇനിയും കുറേ കൂടെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ പച്ചമുളക് നിറയെ കായ്ച്ചു. ഇതിനൊരു കെയറും കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നിറയെ കായ്ക്കുന്നുണ്ട്. ഇത് പക്ഷേ ഭയങ്കര എരിയാണ്. ഒരു പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എരിച്ചിട്ട് കൂട്ടാൻ പറ്റത്തില്ല. അതേപോലെ എരിവ് ഇഷ്ടമുള്ളവർക്ക്, സ്പൈസി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് നല്ലൊരു ചോയ്സാട്ടോ. നല്ലപോലെ
കറി വെച്ചോ അല്ലെങ്കിൽ എന്തോത്തിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ലതാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്, നമ്മുടെ റോഡിൽ ഇങ്ങനെ ചാലിലൂടെ പോകുന്ന വെള്ളമാണ്. ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുക്ക്. ഈ വെള്ളം മഴ നിന്നെന്ന് പറഞ്ഞാൽ ഈ ഉറവകളൊക്കെ തുറന്ന് അതിൻ്റെ അകത്തൂടെ ഒത്തിരി വെള്ളം വരുന്നുണ്ട്. ഇതേ നമ്മുടെ പച്ചമുളകെല്ലാം കുറച്ചൊക്കെ പറിച്ചെടുത്തു. എങ്കിലും എനിക്ക് പച്ചമുളക് ഒരുപാട് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ വീട്ടിൽ എല്ലാവരും എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവരെല്ലാം മീഡിയം ലെവലിൽ മൈൽഡ് എരിവാണ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഉണ്ട്, ഇത്രയും പച്ചമുളകുണ്ട്. ഇതെനിക്കൊരു മാസത്തേക്കുള്ളത് കാണും കേട്ടോ. കണക്ക് പറയുകയാണെങ്കിൽ അത്രത്തോളം പച്ചമുളകിൻ്റെ ആവശ്യം വളരെ കുറവ്. പക്ഷേ എങ്കിലും എനിക്കിത് വളർത്താൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം നട്ടുവെക്കും. എനിക്ക് കാണാനിത് പറിക്കാനും അതുപോലെ തന്നെ കായ്ച്ചിങ്ങനെ കിടക്കുന്നതൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാനിതെല്ലാം നട്ടുവെക്കുകയും അത് കായ്ച്ച് കിടക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മറ്റൊരു ചെടിയാണ്. ഇതിൽ നല്ല പർപ്പിൾ കളറിലുള്ള പൂക്കളാണ്. എന്ത് രസമാണെന്നറിയാമോ. ഇതിൻ്റെ വേറൊരു കാര്യം തന്നെ, കുഞ്ഞ് ഈച്ചകളും ഒക്കെ വന്ന് എപ്പോഴും അതിൻ്റെ അകത്തിരിക്കും. അതായത് ചെറുതേൻ്റെ ഈച്ചയുണ്ടല്ലോ അത്. പിന്നെ നമ്മുടെ കാന്താരി മുളകാണ്, അതും നിറയെ. ഇതൊന്നും ഞാൻ ആക്ച്വലി ഒരുപാട് കെയറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം തമ്മിലുള്ള മിക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വല്ലപ്പോഴും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഈ ചെടികളും അതുപോലെ തന്നെ ഈ പച്ചമുളക് തക്കാളിയൊക്കെ നല്ലപോലെ കായ്ക്കാൻ ഇതുപോലുള്ള സിമ്പിൾ റെമഡീസ് ഞാൻ പഴയ വീഡിയോസിലൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ തഴച്ച് കാട് പോലെ വളർന്നു വരും. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് നമ്മുടെ ചാണകപ്പൊടി. അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ NPKയും 19 ഒക്കെ ഇടുന്നതിനെക്കാട്ടിലും നല്ല റിസൾട്ടാണ്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് നമ്മുടെ മണ്ണിൻ്റെ ആ ഘടന നഷ്ടപ്പെടുകയും അതിൻ്റെ ന്യൂട്രിയൻ വാല്യൂ ഇല്ലാതാവുകയും മണ്ണ് ജസ്റ്റ് ഒരു നശിച്ചു പോകും. കാരണം ഇത് നമ്മുടെ മണ്ണിലുള്ള ഈ ചില കുഞ്ഞു ജീവികളുണ്ട്, മണ്ണര അതുപോലൊക്കെയുള്ള മണ്ണിനെ ഫലപുഷ്ടമാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് എല്ലാം നഷ്ടപ്പെട്ടു പോകും നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇരട്ടി വിളവ് കിട്ടാൻ അതൊക്കെ സഹായിക്കും. ഇപ്പോഴേ ഈ കർക്കിടക മാസത്തിലും വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ചെടിയുടെയൊക്കെ. ഇത് നോക്കിയിട്ട് മാക്സിമം ഇപ്പം മഴയുള്ള സമയമായിട്ട് തന്നെ വെള്ളം ചട്ടികളിലൊന്നും കെട്ടിക്കിടക്കാതെ നോക്കുക. വെള്ളം കൂടുതലായി കഴിഞ്ഞാലും ചെടികൾ നശിച്ചു പോകാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നൈട്രജൻ മഴവെള്ളത്തിൽ കൂടെ ഒരുപാട് കിട്ടുന്നതുകൊണ്ട് ലീഫി ഗ്രോത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ഇപ്പം ധാരാളമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്തൊക്കെ നിർത്താൻ പറ്റിയ സമയമായിട്ട് വെട്ടി നിർത്താൻ നേരം ചെടി ഒന്നുകൂടെ നമുക്ക് ബുഷിയാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഗാർഡനിലേക്ക് ഇന്ന് കൂടുതൽ ഞാൻ പോയില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ നമ്മുടെ മോൺസ്റ്റർ നമുക്ക് റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിരുന്നത്. വളരെ നല്ല രസകരമായിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ.